ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുജിയുടെ ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഗണപതിനെ പുറത്തൊക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ നവരാത്രി സമയത്തൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ പ്രസാദത്തിന് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സെയിം അതുപോലെ തന്നെ ട്രിക്സാണ് നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്, ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഏതെങ്കിലും ഒരു കട്ടോരിയോ കപ്പോ അളവിനെടുത്താൽ മതി. എല്ലാ സാധനങ്ങളും ആ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ മെഷറിങ് നിങ്ങളുടെ ശരിക്കും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കട്ടോരി ഞാൻ റവ എടുത്തിട്ടുണ്ട്, ഒരു കട്ടോരി നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു കട്ടോരി തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ടോരി റവ എടുക്കുവാണെങ്കിൽ 3 കട്ടോരി വെള്ളം വേണം കേട്ടോ. ഇതാ അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതനുസരിച്ച് നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്യണം. പിന്നെ ആണെങ്കിൽ പുറത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുമ്പം ഒരു സീക്രട്ട് ടിപ്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, റവ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളറായി വരുമ്പം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യം കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ടിപ്സ് കേട്ടോ. നമ്മൾ രാവിലെ ഹൽവ റെഡിയാക്കി വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ട് മൂത്ത് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സൈഡ് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് നമുക്കാണെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ. കുങ്കുമപ്പൂ ഇടണം നിർബന്ധമില്ല. അഥവാ നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മൾ നോർമലായിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. പക്ഷേ പുറത്തൊക്കെ നമ്മൾ കിട്ടും, അതിനകത്ത് അവർ യെല്ലോ ഫുഡ് കളർ അത് കുറച്ച് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കളർ ആഡ് ചെയ്യുന്നില്ല, കുങ്കുമപ്പൂ എൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. സൂചിയെല്ലാം നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗണിഷ് കളറായി വന്നു കഴിഞ്ഞപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും സെപ്പറേറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്നും ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലായിരുന്നു, അത് കുറേശ്ശെ ഒഴിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് തെറിക്കും പെട്ടെന്ന് ഇത്. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം एकदम ശരിക്കും ലോ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം സോക്കായി പോവുകയും ചെയ്യും, മാവെല്ലാം മിക്സ് ആവത്തുമില്ല. നമ്മുടെ റവയൊന്നും മിക്സ് ആവത്തില്ല. അത് കാരണം കൊണ്ട് നമ്മളാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ചെയ്തിട്ട് വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ആദ്യം നന്നായിട്ട് നല്ല മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട അതിൻ്റെ കളറിങ് എന്നിട്ട് ശരിക്കും കളറിന് ചേഞ്ച് ആയി വരും കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് വരുമ്പം നന്നായിട്ട് വെള്ളമൊക്കെ സോക്കായി എല്ലാം ഡ്രൈ ആയി വരുമ്പം നമുക്കതിനകത്ത് 1 കട്ടോരി തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്കാണെങ്കിൽ ഇനിയും ഷുഗറിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി വരത്തില്ലേ, പഞ്ചസാരയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതും എല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഇതുപോലെ ആയി വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര നെയ്യ്, എനിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എക്സ്ട്രാ അധികം വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കും. നല്ലൊരു ഷൈനിങ് കാണാൻ നല്ലൊരു അടിപൊളി ലുക്കും ആയിരിക്കും. പിന്നെ നീണ്ട സമയം വരെ സോഫ്റ്റായി ഇരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സൂജിയുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.